സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ സംഘപരിവാർ നീക്കം. 22 പന്തളത്ത് വിശ്വാസ സംഗമം നടത്താനാണ് നീക്കം. അമിത്ഷാ, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരെ എത്തിക്കാനും ശ്രമമുണ്ട്. വിവരങ്ങൾ സെയ്ഫ് സൈനിൽ ആദ്യം നൽകും. സെയ്ഫ്, ഇതിന്റെ സംഘാടകരാരൊക്കെയാണ്? ഇത് സംഘപരിവാർ നേരിട്ട് നടത്തുന്ന പരിപാടിയായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. RSSന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അജിംസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് BJP ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. ആ നിലപാടിൽ RSSന് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. BJP പരിപാടി തടയും എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിൽ ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. അപ്പോഴും ആ സർക്കാരിന്റെ പരിപാടിയോട് സഹകരിക്കാൻ വേണ്ടി RSS ഏതെങ്കിലും തരത്തിൽ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശ്വാസ സംഗമം എന്ന പേരിൽ 22-ാം തീയതി 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് നടക്കുന്നത്. 22-ാം തീയതി ഈ പരിപാടി നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പന്തളത്താണ് വിപുലമായി സംഗമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ശബരിമല കർമ്മസമിതി, ഹിന്ദു ഐക്യവേദി, പന്തളം കൊട്ടാരം, ഇവർ 3 പേരുമാണ് ഈ പരിപാടിക്ക് പിന്നിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സംഘപരിവാർ നേരിട്ട് RSS നേരിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് എത്തിക്കുന്ന ആൾക്കാരുടെ അവരാലോചിക്കുന്നത് ഒന്ന് അമിത്ഷായെ കൊണ്ടുവരിക, ഒന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരിക. ഇവരെ രണ്ടുപേരെയും പന്തളത്ത് ആ ദിവസം എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. RSS നേരിട്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഇവർ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടാണ് ഇപ്പോൾ സംഘപരിവാർ നേരിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തും ശബരിമല കർമ്മസമിതി, അവരൊക്കെ പണ്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ തന്നെ തെരുവിലിറങ്ങി സമരം നടത്തിയ ആൾക്കാരാണ്. പന്തളം കൊട്ടാരം ആ ഘട്ടം മുതൽ ഈ സമയം വരെ സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. ഇവർ 3 പേരും നേതൃത്വം നൽകിക്കൊണ്ടാണ് വിശ്വാസ സംഗമം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായിട്ടുള്ളൊരു പരിപാടി പന്തളത്ത് വെച്ച് 22-ാം തീയതി നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് തീവ്രവർഗീയത പറയുന്ന യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരെത്താനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ശരി.